അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ആ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി പ്ലാസ്റ്റിക്കിനെക്കുറിച്ചാണ്. അതെ, നമ്മുടെയെല്ലാം ജീവിതത്തിലിപ്പോ ശരിക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു ഇത്. ഒഴിവാക്കാൻ പറ്റാത്തതും എന്നാൽ വലിയൊരു തലവേദനയും. പ്രത്യേകിച്ച് പരിസ്ഥിതി ദിനമൊക്കെ വരുമ്പോൾ ഈ ചർച്ചകൾ കൂടും അല്ലേ? പ്ലാസ്റ്റിക് മലിനീകരണം എങ്ങനെ തടയാം എന്നുള്ളത്. തീർച്ചയായും. അപ്പോ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ്, നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, പിന്നെ എന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. അപ്പോൾ നമുക്ക് ആ കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്ത് ഒരു വർഷം എത്ര ടൺ പ്ലാസ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത്? അതാണ് ഞെട്ടിക്കുന്നൊരു കാര്യം. ഏകദേശം 450 ദശലക്ഷം ടൺ. ഒന്ന് ഓർക്കണം, ഒരു 50 വർഷം മുൻപ് ഇത് വെറും 25 ദശലക്ഷം ടണ്ണായിരുന്നു. ഹാ, അവിശ്വസനീയമായൊരു വളർച്ചയാണല്ലോ അത്. ഇത്രയധികം ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് എവിടെയാണ് അവസാനം എത്തുന്നത്? അതാണ് ഏറ്റവും വലിയ ആശങ്ക. ഉണ്ടാക്കുന്നതിന്റെ വളരെ ചെറിയൊരു ഭാഗം, അതായത് ഒരു 9% ഒക്കെയാണ് നമ്മൾ ശരിയായിട്ട് പുനരുപയോഗിക്കുന്നത്. വെറും 9%? അതെ. ബാക്കി ഒരു 79% വരും അത് മുഴുവൻ മാലിന്യമായിട്ട് മാറുകയാണ്, ഭൂമിയിലും കടലിലുമൊക്കെയായിട്ട്. ഭൂമിയിലും കടലിലും? അതെ. ഇതിൽ തന്നെ വലിയൊരു പങ്കുവരുന്നത് പാക്കേജിംഗ് ആവശ്യങ്ങൾക്കാണ്. അതിൽ തന്നെ പകുതിയും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന തരത്തിലുള്ളവയാണ്. ഇന്ത്യയുടെ കാര്യമോ? നമ്മളെവിടെ നിൽക്കുന്നു? ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുമുണ്ട്. വർഷം ഏകദേശം 9.3 ദശലക്ഷം ടണ്ണാണ് ഒരു കണക്ക്. ഓരോ ആളും ശരാശരി 11 കിലോ വെച്ച് ഉപയോഗിക്കുന്നു എന്നും കേട്ടു. ഇത് വലിയൊരു വെല്ലുവിളി തന്നെ. തീർച്ചയായും. പിന്നെ ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം, അത് നൂറ്റാണ്ടുകളോളം നശിക്കാതെ കിടക്കുന്നുള്ളതാണല്ലോ. അതെ. അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്നത് പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ്. അതുമൊരു കാര്യമാണ്. ലോകത്തിലെ മൊത്തം എണ്ണ ഉപയോഗത്തിന്റെ ഏതാണ്ട് 8% ഈ പ്ലാസ്റ്റിക്കിന് വേണ്ടിയാണ് പോകുന്നത്. അതെ. ഓരോ കിലോ പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോഴും ഏതാണ്ട് 2 മുതൽ 3 കിലോ വരെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. കടലിലെ അവസ്ഥ ഇതിലും മോശമാണെന്ന് കേൾക്കുന്നു. പ്ലാസ്റ്റിക് ദ്വീപുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിയാണ്. കടലിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി അക്ഷരാർത്ഥത്തിൽ വലിയ ദ്വീപുകൾ പോലെ ആയിട്ടുണ്ട് ചിലയിടങ്ങളിൽ. പിന്നെ ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും കടലിലെ പ്ലാസ്റ്റിക്കിന്റെ ആകെ ഭാരം, പറയൂ, അവിടെയുള്ള മത്സ്യങ്ങളുടെയെല്ലാം ആകെ ഭാരത്തേക്കാൾ കൂടുമെന്നാണ് പറയുന്നത്. അയ്യോ, വിശ്വസിക്കാൻ പ്രയാസം. അതെ. അതുപോലെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കടൽ ജീവി